ഞങ്ങൾക്ക് ഇപ്പോഴും ആരോടും പരിഭവ പരാതി ഒന്നുമില്ല. പക്ഷെ ഈ ഒരു മണ്ഡലത്തിൽ ഈ IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പകരം വേറെ ആരെ കോൺഗ്രസ് പാർട്ടി വെച്ചിരുന്നാലും ഞങ്ങൾക്കൊരു പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ പോകില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വോട്ടും കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയായിരിക്കും അന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇത്രയും ആരോപണവും ഇത്രയും കേസിൽ പ്രതിയുമായി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ് സംരക്ഷിക്കുന്നത്? അവരിപ്പോഴും കുടുംബത്തിനെതിരെ തിരികെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു ഈ ഓരോരുത്തരും നമുക്കെതിരെ കൂവി വിളിച്ചു പോകുന്നതൊക്കെ. ഇതിലൊരു പ്രവർത്തകനായിരുന്നു ഞങ്ങളുടെ അച്ഛനും. ഈ IC ജയിക്കാൻ വേണ്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളാണ് അച്ഛൻ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ IC ബാലകൃഷ്ണനെതിരെ മരുമകൾ പത്മജ സുൽത്താൻ ബത്തേരി നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്വതന്ത്ര മൈതാനിയിൽ നിരാഹാരം സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം കോൺഗ്രസിന്റെ റോഡ് ഷോയ്ക്കായിട്ട് MP പ്രിയങ്ക ഗാന്ധിയും സുൽത്താൻ ബത്തേരി നഗരത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു നിരാഹാര സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മനുഷ്യർക്കും കൊണ്ട് ചഞ്ചാലമണിയിച്ച ഭരണത്തിലന്ത്യം നിങ്ങളുടെ മനസാക്ഷി അംഗീകാരമായ അവകാശം അത് നേരിന്റെ വഴിയിലൂടെ നടക്കുന്ന സത്യത്തിന്റെ മുന്നിലൂടെ നടക്കുന്ന ICക്ക് അനുകൂലമായി കൈപ്പറ്റിയടയാളത്തിൽ രേഖപ്പെടുത്തുക. ആദ്യം ഈ സമരപ്പന്തൽ ഉപവാസ സമരപ്പന്തല് കെട്ടിയിരുന്നത് നമ്മുടെ ഗാന്ധി ജംഗ്ഷനിലായിരുന്നു, സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനിലായിരുന്നു. പക്ഷെ അവിടെ അതിന് പെർമിഷൻ അനുവദിച്ചിട്ടില്ല എന്ന രീതിയിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആ സമരപ്പന്തൽ അഴിച്ചു മാറ്റുകയും പിന്നീട് സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗമായ സ്വതന്ത്ര മൈതാനിയിലേക്ക് ഈ സമരപ്പന്തൽ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പോലീസ് അതുപോലുള്ള രക്ഷാപ്രവർത്തകരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രക്ഷോഭം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര മൈതാനിയിലെ ഉപവാസ പന്തലിന് മുമ്പിൽ കാണുന്ന ജനങ്ങളാണ് കൂടുതലും പോലീസാണ് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഇന്ന് കൊട്ടിക്കലാശാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോൺഗ്രസിന്റെ റോഡ് ഷോയ്ക്കായിട്ട് MP സുൽത്താൻ ബത്തേരി നഗരത്തിലൂടെ എത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ഉപവാസവും അല്ലെങ്കിൽ ഈ ഉപവാസ പന്തലും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ആ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. റോഡ് ഷോയും മറ്റു കാര്യങ്ങളും എല്ലാം ടൗണിലൂടെ നടക്കുന്നുണ്ടെങ്കിലും അതിലുപരി അച്ഛന്റെ മരണത്തിന് നീതി ലഭിക്കണം എന്ന ഒരു ആശയം ഉന്നയിച്ചുകൊണ്ടാണ് NM വിജയന്റെ മരുമകളും കുടുംബവും ഈ ഉപവാസ പന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അവരോട് ചോദിക്കാം നമുക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് പൊതുജനങ്ങളോട് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്, പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. സുൽത്താൻ ബത്തേരി നഗരത്തില് ഈ സമയത്ത് നടക്കുന്ന ഒരു ഭാഗത്ത് IC ബാലകൃഷ്ണന്റെ വലിയൊരു റോഡ് ഷോ കാണാം. അതിനോടൊപ്പം തന്നെ അതിന്റെ മറുഭാഗത്തായിട്ട് സ്വതന്ത്ര മൈതാനിയില് NM വിജയന്റെ ആത്മഹത്യയുടെ ഭാഗമായിട്ട് ICക്കെതിരെ നടക്കുന്ന ഉപവാസ ക്യാമ്പ് നമുക്ക് കാണാം, ഉപവാസ യോഗങ്ങൾ നമുക്ക് കാണാം എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷൻ നമുക്ക് വേണ്ടിയിട്ട് NM വിജയന്റെ മരുമകളാണ് പത്മജയാണ്. അപ്പൊ മാഡം എന്താണ് പൊതുജനങ്ങളോട് അറിയിക്കാനുള്ളത്, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ഈ ഒരു ഉപവാസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കെതിരെയുള്ള നീതി നിഷേധമാണിത്. കാരണം അച്ഛൻ മരിച്ച് ആദ്യം ഈ പാർട്ടി ഞങ്ങളെ തള്ളി പറഞ്ഞു, പിന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ചു, പിന്നെ ആ എഗ്രിമെന്റ് അവര് ഇതാക്കിയതിനു ശേഷം എഗ്രിമെന്റിന്റെ കാലാവധി കഴിഞ്ഞു. ഞങ്ങൾക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പാർട്ടി ഞങ്ങളെ ഒറ്റപ്പെടുത്തിയതാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ആരോടും പരിഭവ പരാതി ഒന്നുമില്ല. പക്ഷെ ഈ ഒരു മണ്ഡലത്തിൽ ഈ IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പകരം വേറെ ആരെ കോൺഗ്രസ് പാർട്ടി വെച്ചിരുന്നാലും ഞങ്ങൾക്കൊരു പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ പോകില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വോട്ടും കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയായിരിക്കും അന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇത്രയും ആരോപണവും ഇത്രയും കേസിൽ പ്രതിയുമായി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ് സംരക്ഷിക്കുന്നത്? അവരിപ്പോഴും കുടുംബത്തിനെതിരെ തിരികെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു ഈ ഓരോരുത്തരും നമുക്കെതിരെ കൂവി വിളിച്ചു പോകുന്നതൊക്കെ. ഇതിലൊരു പ്രവർത്തകനായിരുന്നു ഞങ്ങളുടെ അച്ഛനും. ഈ IC ജയിക്കാൻ വേണ്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളാണ് അച്ഛൻ. അങ്ങനത്തെ ഒരാളുടെ മരണത്തിന് കാരണക്കാരായവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആരെ വെള്ള പൂശാനാണ് ഇവർ ശ്രമിക്കുന്നത്?
അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ചേർത്ത് നിർത്തുന്നതിന് പകരം ഞങ്ങളെ ശത്രുപക്ഷത്തിലാക്കി ദ്രോഹമല്ലേ ചെയ്യുന്നത്. എനിക്ക് ഈ നാട്ടിലെ പൊതുജനങ്ങളോടാണ് പറയാനുള്ളത്, നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അവകാശമാണ് ഓരോ വോട്ടും. അത് നമ്മൾ ചിന്തിച്ച് ആർക്ക് കൊടുക്കണം. ഇങ്ങനത്തെ അഴിമതി കാണിക്കുന്നവർക്ക് രാഷ്ട്രീയം ഒരു ബിസിനസ്. ജനങ്ങളെ സേവിക്കാൻ പ്രാപ്തരായവർക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മാഡത്തിന്റെ അഭിപ്രായം ജനങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു നല്ല നീതി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയട്ടെ ഈ ഒരു സർക്കാരിന് എന്ന് നമുക്ക് ഈ സമയത്ത് ആശംസിക്കാം, അറിയിക്കാം. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ IC ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഒരു ഭാഗത്തു കൂടെ പോകുന്ന സമയത്ത് മറുഭാഗത്ത് നീതിക്ക് വേണ്ടി പോരാട്ടമാണ് NM വിജയന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ ഇവിടെ രണ്ട് രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഒന്ന് കുടുംബത്തിന് വേണ്ടിയുള്ള നീതിയുടെ പോരാട്ടവും, ഒന്ന് ഇലക്ഷന്റെ അല്ലെങ്കിൽ കുട്ടിക്കലാശത്തിന്റെ ആ വലിയ റോഡ് ഷോയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.